നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. യൂറോപ്യൻ യൂണിയൻ മുൾമുനയിൽ. യൂണിയന് മേലുള്ള താരിഫിന്റെ കാര്യത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്തിമ തീരുമാനം ഞായറാഴ്ച അറിയാം. ഞായറാഴ്ച ട്രംപിനെ സ്കോട്ട്ലൻഡിൽ കാണാൻ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്ൻ. പലസ്തീനികൾക്ക് ചികിത്സ ലഭിക്കാതിരിക്കാൻ ഗാസയിലെ ഡോക്ടർമാരെ തിരഞ്ഞുപിടിച്ച് ജയിലിൽ അടയ്ക്കുന്നത് തുടർന്ന് ഇസ്രായേൽ സേന. പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിൽ വേഗത്തിൽ നടപടിയെടുക്കാൻ മുതിർന്ന ക്യാബിനറ്റ് മന്ത്രിമാരിൽ നിന്നും 1/3 എംപിമാരിൽ നിന്നും കടുത്ത സമ്മർദ്ദം നേരിട്ട് UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. പാക് സൈനിക മേധാവി ജനറൽ ആസിം മുനീറിനെ വിളിച്ചുവരുത്തി ചൈനീസ് സർക്കാർ. പാകിസ്ഥാനിലെ ചൈനയുടെ നിർമ്മാണ നിക്ഷേപ പദ്ധതികൾക്ക് മതിയായ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പാക് സർക്കാർ പരാജയപ്പെട്ട പശ്ചാത്തലത്തിൽ ഈ നടപടി. വേനൽച്ചൂട് കനത്തതോടെ ഉച്ചവിശ്രമ നിയമം കൃത്യമായി പാലിക്കണമെന്ന സ്ഥാപനങ്ങൾക്കും കമ്പനികൾക്കുമുള്ള നിർദ്ദേശം കർശനമാക്കാൻ ആവശ്യപ്പെട്ട് സൗദി ദേശീയ തൊഴിൽ മേഖല ആരോഗ്യ സമിതി. ഡ്രൈവറില്ലാ കാറുകളുടെ പരീക്ഷണ ഓട്ടത്തിൽ തുടക്കമിട്ട് സൗദി. കിങ് ഖാലിദ് വിമാനത്താവളം ഉൾപ്പെടെ രാജ്യത്തെ 7 പ്രധാന മേഖലകളിലാണ് പരീക്ഷണം നടക്കുന്നത്. OBC ദളിത് ആദിവാസി വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. നരേന്ദ്രമോദി വലിയ ആളല്ല എന്നും വെറും പുറംപൂച്ചും മാധ്യമങ്ങൾ ഊതി വീർപ്പിച്ചതുമാണ് എന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. വാർത്തകൾ വിശദമായി. യൂറോപ്യൻ യൂണിയന് മേലുള്ള താരിഫിന്റെ കാര്യത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്തിമ തീരുമാനം ഞായറാഴ്ച അറിയാം. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്ൻ ഞായറാഴ്ച ട്രംപിനെ സ്കോട്ട്ലൻഡിൽ കാണാൻ പദ്ധതിയിടുന്നുണ്ടെന്ന് സ്ഥിരീകരിച്ചു. അബർഡീൻഷെയറിലെ തന്റെ പുതിയ ഗോൾഫ് കോഴ്സ് ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് ട്രംപ് എത്തുക. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി അറ്റ്ലാന്റിക് സമുദ്ര വ്യാപാര ബന്ധങ്ങളെക്കുറിച്ചും അവ എങ്ങനെ ശക്തമായി നിലനിർത്താമെന്നതിനെക്കുറിച്ചും ചർച്ച നടക്കും. കരാർ അടിസ്ഥാനപരമായി തയ്യാറാണെന്നും എല്ലാം ഇപ്പോൾ ട്രംപിന്റെ കൈകളിലാണെന്നുമുള്ള വാർത്ത വന്നതോടെ യൂറോപ്യൻ രാജ്യങ്ങൾ കടുത്ത ആകാംക്ഷയിലാണ്. സ്കോട്ട്ലൻഡിലേക്ക് പോകുന്നതിന് മുൻപ് യൂറോപ്പിനുള്ള താരിഫ് 50/50 കുറവായിരിക്കാമെന്ന് ട്രംപും സൂചന നൽകിയിരുന്നു. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്ൻ സ്കോട്ട്ലൻഡിലേക്കുള്ള 4 ദിവസത്തെ യാത്രയ്ക്കിടെ ഞായറാഴ്ച US പ്രസിഡന്റിനെ കാണുമെന്ന് പ്രഖ്യാപിച്ചതിനു ശേഷം യൂറോപ്യൻ യൂണിയൻ ഡൊണാൾഡ് ട്രംപുമായി ഒരു വ്യാപാര കരാറിൽ ഒപ്പുവെക്കുന്നതിന്റെ വക്കിലാണ്. അബർഡീൻഷെയറിലെ തന്റെ പുതിയ ഗോൾഫ് കോഴ്സ് ഉദ്ഘാടനത്തിന് വെള്ളിയാഴ്ച വൈകുന്നേരം ട്രംപ് സ്കോട്ട്ലൻഡിൽ എത്തേണ്ടതായിരുന്നു. ട്രംപിന്റെ ക്ഷണപ്രകാരമാണ് വോൺ ഡെർ ലെയ്ന്റെ സന്ദർശനമെന്ന് യൂറോപ്യൻ കമ്മീഷൻ പറഞ്ഞു. കരാർ വാരാന്ത്യം അവസാനിക്കുന്നതിന് മുൻപ് ഒപ്പുവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് അയർലൻഡിലെ താവോസീച്ച് മൈക്കൽ മാർട്ടിൻ പറഞ്ഞു. ഗാസയിലെ ഡോക്ടർമാരെ തിരഞ്ഞുപിടിച്ച് സേന ജയിലിൽ അടയ്ക്കുന്നത് തുടർന്ന് ഇസ്രായേൽ സേന. ഗാസയിൽ നിന്നുള്ള 28 ഡോക്ടർമാരെ ഇസ്രായേൽ ജയിലുകളിൽ തടവിൽ പാർപ്പിച്ചിട്ടുണ്ട് എന്ന് പലസ്തീൻ മെഡിക്കൽ സംഘടനയായ ഹെൽത്ത് കെയർ വർക്കേഴ്സ് വാച്ചിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇതിൽ 8 പേർ ശസ്ത്രക്രിയ, ഓർത്തോപീഡിക്സ്, തീവ്രപരിചരണം, കാർഡിയോളജി, പീഡിയാട്രിക്സ് എന്നിവയിലെ സീനിയർ കൺസൾട്ടന്റുമാരാണ്. തടവിലാക്കപ്പെട്ടവരിൽ 21 പേരെ 400 ദിവസത്തിലേറെയായി തടവിൽ പാർപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ആർക്കെതിരെയും ഇസ്രായേൽ അധികൃതർ ഒരു കുറ്റവും ഇതുവരെ ചുമത്തിയിട്ടില്ല എന്ന് HWW പറഞ്ഞു. തിങ്കളാഴ്ച തെക്കൻ ഗാസ മുനമ്പിലെ ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസിന്റെ ഫീൽഡ് ആശുപത്രിക്ക് പുറത്ത് റഫയിലെ അബു യൂസഫ് അൽ നജാർ ആശുപത്രിയുടെ തലവനായ ഡോക്ടർ മർവാൻ അൽ ഹാംസിനെ ഒരു ഇസ്രായേലി രഹസ്യാന്വേഷണ സേന കസ്റ്റഡിയിലെടുത്തതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ലോകാരോഗ്യ സംഘടന തങ്ങളുടെ 2 തൊഴിലാളികളെ ദിയർ അൽ ബലയിലെ ജീവനക്കാർക്കും അവരുടെ കുടുംബങ്ങൾക്കും അഭയം നൽകുന്ന ഒരു കേന്ദ്രത്തിൽ കസ്റ്റഡിയിലെടുത്തതായി സ്ഥിരീകരിച്ചു. പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിൽ വേഗത്തിൽ നടപടിയെടുക്കാൻ UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ തന്റെ ഏറ്റവും മുതിർന്ന ക്യാബിനറ്റ് മന്ത്രിമാരിൽ നിന്നും 1/3 എംപിമാരിൽ നിന്നും കടുത്ത സമ്മർദ്ദം നേരിടുന്നു. ഗാസയിലെ പട്ടിണി കിടക്കുന്ന സാധാരണക്കാർക്കുള്ള സഹായം ഇസ്രായേൽ തടഞ്ഞതിന് മറുപടിയായി ഇത്തരമൊരു പ്രഖ്യാപനം നടത്തണമെന്നാണ് സർക്കാരിന് മുന്നിൽ ലേബർ പാർട്ടിയിൽ നിന്ന് തന്നെ സമ്മർദ്ദം ശക്തമാകുന്നത്. പലസ്തീൻ രാഷ്ട്രപദവി നേടിക്കൊടുക്കുന്നതിൽ ഫ്രാൻസിനൊപ്പം UK സർക്കാർ നേതൃത്വം വഹിക്കണമെന്ന് മന്ത്രിമാരിൽ ഉപപ്രധാനമന്ത്രി ആഞ്ചല റെയ്നറും ആഭ്യന്തര സെക്രട്ടറി യെവറ്റ് കൂപ്പറും നിലപാടെടുത്തിട്ടുണ്ട്. UK, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങൾ വെള്ളിയാഴ്ച ഗാസയിലെ മാനുഷിക ദുരന്തം ഉടൻ അവസാനിപ്പിക്കണമെന്നും സഹായത്തിനുള്ള നിയന്ത്രണങ്ങൾ ഉടൻ നീക്കണമെന്നും ഇസ്രായേലിന് ആവശ്യപ്പെടുകയും ചെയ്തു. പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ തീരുമാനം മറ്റൊരു സംഘർഷത്തിലേക്ക് നയിച്ചേക്കാനുള്ള സാഹചര്യം സംജാതമാവുകയാണ്. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ശക്തമായ എതിർപ്പിനെ തൃണവൽക്കരിച്ചുകൊണ്ടാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകുന്നത്. പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ തീരുമാനം ഒരു സംഘർഷത്തിലേക്ക് നയിച്ചേക്കാനുള്ള സാഹചര്യമാണ് സംജാതമാകുന്നത്. അതായത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ശക്തമായ എതിർപ്പിനെ തൃണവൽക്കരിച്ചുകൊണ്ടാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഫ്രാൻസ് എടുത്ത തീരുമാനം ഉറച്ചതാണെന്ന് വ്യക്തമായതോടെ ഭീഷണിയുടെ സ്വരം ഏറ്റെടുത്തിരിക്കുകയാണ് അമേരിക്കയും US-ഉം. അതായത് ഇരു രാജ്യങ്ങളും ഫ്രാൻസിന് മുന്നിൽ ഉയർത്തുന്നത് ഒരു സംഘർഷ ഭീഷണിയാണ്. എന്നാൽ ഇനി എന്തു ഭീഷണി മുഴക്കിയാലും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഫ്രഞ്ച് പ്രസിഡന്റ് അത് പ്രാവർത്തികമാക്കുമെന്ന കാര്യത്തിലും സംശയം വേണ്ട. മാക്രോന്റെ തീരുമാനത്തെ ശക്തമായി അപലപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്കയും ഇസ്രയേലും. അതായത് ഏത് ശക്തനെയും തളർത്താൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല ബെസ്റ്റ് ആയുധമാണ് കളിയാക്കൽ അല്ലെങ്കിൽ അപലപിക്കൽ. അത് ഏശില്ലെന്ന് മനസ്സിലാകുമ്പോൾ ആ ഗിയർ ഒന്ന് മാറ്റി പിടിക്കും. അതാണ് രണ്ടാമത്തെ രീതി.
അതായത് വിപരീത ഫലങ്ങൾ ഉണ്ടാകുമെന്ന ഭീഷണി. എന്തായാലും ഇരു രാജ്യങ്ങളുടെയും ആ നമ്പർ ഫ്രാൻസിന്റെ അടുത്ത് അത്രയ്ക്കങ്ങ് വിലപ്പോകില്ല എന്നതാണ് വാസ്തവം. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ മാക്രോന്റെ തീരുമാനത്തെ വീണ്ടും വിചാരമില്ലാത്തത് എന്നാണ് വിശേഷിപ്പിച്ചത്. ഈ വീണ്ടും വിചാരമില്ലാത്ത തീരുമാനം ഹമാസിന്റെ പ്രചരണത്തിന് മാത്രമേ ഉപകരിക്കൂവെന്നും സമാധാനത്തിന് തിരിച്ചടിയാകുമെന്നുമാണ് റൂബിയോ വ്യക്തമാക്കുന്നത്. സിറിയയിലെ ആഭ്യന്തര യുദ്ധകാലത്ത് യുദ്ധക്കുറ്റങ്ങളിലും മനുഷ്യാശിക്കെതിരായ കുറ്റകൃത്യങ്ങളിലും പങ്കാളിയായതിന് മുൻ സിറിയൻ നേതാവ് ബഷർ അൽ അസദിനെതിരെ നിലവിലുണ്ടായിരുന്ന അറസ്റ്റ് വാറന്റ് ഫ്രാൻസിലെ പരമോന്നത കോടതി റദ്ദാക്കി. നിലവിൽ റഷ്യയിൽ അഭയം തേടിയിരിക്കുകയാണ് ബഷർ അൽ അസദ്. 2024 ഡിസംബറിൽ തുർക്കി പിന്തുണയുള്ള സേനയുടെ നേതൃത്വത്തിലുള്ള വിമതർ സിറിയയുടെ നിയന്ത്രണം ഏറ്റെടുത്തിരുന്നു. അസദ് നിലവിൽ രാഷ്ട്രത്തലവൻ അല്ലാത്തതിനാൽ പുതിയ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കാമെന്നും കോടതി പറഞ്ഞു. പാക് സൈനിക മേധാവി ജനറൽ അസീം മുനീറിനെ വിളിച്ചു വരുത്തി ചൈനീസ് സർക്കാർ. പാകിസ്ഥാനിൽ ചൈന നടത്തുന്ന CPEC അടക്കം നിർമ്മാണ നിക്ഷേപ പദ്ധതികൾക്ക് മതിയായ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പാക് സർക്കാർ പരാജയപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഈ നടപടി. ഓപ്പറേഷൻ സിന്ദൂറിൽ തോറ്റു തൊപ്പിയിട്ട് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ ഭയന്ന് ബങ്കറിലൊളിച്ച പാക് സൈനിക മേധാവി ആസിം മുനീറിന് പാക് ഭരണകൂടം നൽകിയത് ഫീൽഡ് മാർഷൽ പദവി. അതുകൊണ്ട് പോലും ആസിം മുനീറിൻ്റെ കഷ്ടകാലം തീരുന്നില്ല. പാക് സേനാ മേധാവി കൂടിയായ ആസിം മുനീറിനെ ഇപ്പോൾ ചൈന വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ആസിം മുനീർ അവിടെ ചെന്ന് കിട്ടേണ്ടതൊക്കെ കേട്ട് വാങ്ങിക്കൊണ്ട് തിരികെ പാകിസ്ഥാനിലേക്ക് എത്തുകയും ചെയ്തു. ഇന്ത്യക്കെതിരെ ഉണ്ടാക്കിയ ധാരണ പ്രകാരം പാകിസ്ഥാനിൽ ചൈന നടത്തി വരുന്ന നിക്ഷേപ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മതിയായ സുരക്ഷ നൽകാൻ ഇതുവരെ വർഷങ്ങൾ 3-4 കഴിഞ്ഞിട്ടും പാക് സൈന്യത്തിന് സാധിക്കാത്തതിനെ തുടർന്നാണ് സൈനിക മേധാവിയെ, കാരണം പാക് ഭരണകൂടത്തിലെ മന്ത്രിമാരെയോ പ്രധാനമന്ത്രിയോ ഒന്നും വിളിച്ചു വരുത്തിയിട്ട് ഒരു കാര്യവുമില്ലെന്ന് ചൈനീസ് ഭരണകൂടത്തിനറിയാം. അതുകൊണ്ട് തന്നെയാണ് പാക് സൈനിക മേധാവിയെ വിളിച്ചു വരുത്തി പറ്റുമെങ്കിൽ സുരക്ഷ കൊടുക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ വഴി നോക്കിക്കൊള്ളാമെന്ന ശക്തമായൊരു ഭീഷണി സന്ദേശം തന്നെ ചൈനീസ് വിദേശകാര്യമന്ത്രി നൽകിയത്. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങി ആസിം മുനീറിനെ വിളിച്ചു വരുത്തിയത് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ വൈറ്റ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തി ചെയ്തതുപോലെയൊന്നുമല്ല. വിളിച്ചു വരുത്തി ഭക്ഷണവും കൊടുത്ത് എല്ലും കഷ്ണവും കടിച്ച് നന്ദി കാട്ടുന്നത് കാണാനും വേണ്ടിയല്ലെന്ന് വ്യക്തം. പിന്നെ എന്തിനാണ് CPEC പദ്ധതി? ചൈനയുടെ പാകിസ്ഥാനിലെ ഏറ്റവും നിർണായകമായ ചുവപ്പ് കോറിഡോർ പദ്ധതിയാണ്. $60 ബില്യൺ ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ. ബലൂചിസ്ഥാനിലൂടെയാണ് ഈ കോറിഡോർ കടന്നു പോകുന്നത്. ബലൂചിസ്ഥാൻ പാകിസ്ഥാനുള്ളിലാണ്. അവിടെ സ്വാതന്ത്ര്യവാദികൾ ഉയർത്തുന്ന ചില പ്രക്ഷോഭങ്ങൾ ഈ അടുത്ത കാലത്തായി പാക് സേനയുടെയും പാക് സർക്കാരിൻ്റെയും തലവേദനയാണ്. ചൈനയ്ക്കും അത് തലവേദനയാണ്. 100 കണക്കിന് ചൈനീസ് വിദഗ്ധർ, 1000 ചൈനീസ് തൊഴിലാളികൾ, ഇവരൊക്കെയാണ് ഇപ്പോൾ CPEC അടക്കം പാകിസ്ഥാനിലെ ചൈനയുടെ പല പദ്ധതികൾക്കും പിന്നിൽ പ്രവർത്തിച്ചു വരുന്നത്. ഇവരുടെ ജീവന് ഒരു സുരക്ഷയും പാകിസ്ഥാൻ തങ്ങളുടെ രാജ്യത്തിനകത്ത് നൽകാൻ പാകിസ്ഥാന് സാധിക്കുന്നില്ല എന്നിടത്താണ് ചൈനയുടെ പരാതിയും പരിഭവവും അരിശവുമൊക്കെ. തീവ്രവാദ വിരുദ്ധ സഹകരണം എന്നാണ് പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള ആ തന്ത്രപ്രധാനമായ പരമപ്രധാനമായ കൂട്ടുകെട്ടിനെ ഇരു രാജ്യങ്ങളും വിശേഷിപ്പിക്കുന്നത്. ചൈന എടുത്തെടുത്ത് പറയുന്നത് അങ്ങനെയാണ്. പക്ഷേ എന്നിട്ടും ചൈനീസ് പൗരന്മാർക്ക് സുരക്ഷയോ സംരക്ഷണമോ നൽകാൻ പാക് സർക്കാരിനോ പാക് സൈന്യത്തിനാകുന്നില്ല. 2021 ശേഷം 14ലധികം ആക്രമണങ്ങളാണ് പാകിസ്ഥാനിലെ വിവിധ പ്രവിശ്യകളിൽ വെച്ച് ചൈനീസ് പൗരന്മാർക്ക് നേരെ നടന്നിട്ടുള്ളത്. ഇതിൽ 20 ചൈനീസ് പൗരന്മാരിലും കൊല്ലപ്പെട്ടിട്ടുമുണ്ട്. ചൈനയ്ക്കെതിരായ കടുത്ത ദേശീയ വികാരമാണ് പാകിസ്ഥാനിലെ ചില കേന്ദ്രങ്ങളിൽ, ചില പ്രവിശ്യകളിൽ ഇപ്പോഴും ഉയർന്നു വരുന്നത്. ചൈനീസ് പദ്ധതികൾ പാക് ജനതയ്ക്ക് ഒരു ഉപയോഗവുമില്ല, ഒരു ഗുണവും ചെയ്യുന്നില്ല എന്നാണ് ജനതയുടെ ന്യായമായ വാദം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 വർഷമായി ചൈന ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുകയോ പുതുതായി അവിടെ ബില്യൺ കണക്കിന് ഡോളർ കൊണ്ടിറക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പകരം 2021 തുടങ്ങി വെച്ച CPEC അടക്കമുള്ള പദ്ധതികൾ എങ്ങനെയെങ്കിലും ചെയ്തു തീർക്കുക, അങ്ങനെ തലവേദന പകുതി ഒഴിവാക്കുക എന്നതാണ് ചൈനയുടെ ലക്ഷ്യം. പക്ഷേ ഈ പദ്ധതികൾ തീർക്കണമെങ്കിൽ ചൈനീസ് പൗരന്മാർക്ക് പാകിസ്ഥാനുള്ളിൽ സുരക്ഷ വേണം. കനത്ത സുരക്ഷയുടെ മാത്രമേ ഇവർക്ക് പ്രവർത്തിക്കാനാകൂ. അതിന് പാക് സൈന്യമാണ് സഹായിക്കേണ്ടത്. പക്ഷേ പാക് സൈന്യത്തിനുള്ള വിശ്വാസം ചൈനയ്ക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. സ്വിറ്റ്സർലൻഡിൽ ഒരുമയ്ക്കും പുതുമയ്ക്കും സന്നദ്ധ സേവനങ്ങൾക്കും പേരെടുത്ത കേരളം സമാജം സ്വിറ്റ്സർലൻഡ് താളലയവുമായി 20 ആണ്ടിന്റെ നിറവിലേക്ക് എത്തുന്നു. വരുന്ന ഒക്ടോബർ 18-ാം തീയതി സാംസ്കാരിക സമ്മേളനത്തിനൊപ്പം നൃത്തവും സംഗീതവും കോർത്തിണക്കി താളലയം എന്ന പേരിൽ ബേണിൽ വിപുലമായ ആഘോഷത്തിനുള്ള ഒരുക്കത്തിലാണ് കേരളം സമാജം സ്വിറ്റ്സർലൻഡ്. പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമായ ബാബു പുല്ലേലി നയിക്കുന്ന
സ്വിസ് ബാബു മ്യൂസിക്കൽ എന്റർടൈൻമെന്റിന്റെ സംഗീത സന്ധ്യ സമാജത്തിന്റെ 20ാം വാർഷികാഘോഷം സംഗീത സാന്ദ്രമാക്കും. സ്വിറ്റ്സർലൻഡിൽ നിന്നും യൂറോപ്പിലെ ഇതര രാജ്യങ്ങളിൽ നിന്നുമുള്ള സംഗീത പ്രതിഭകൾ പങ്കെടുക്കുന്ന ഈ ലൈവ് സംഗീത സംഗമം ആസ്വാദകർക്ക് വേറിട്ടൊരു അനുഭവമായിരിക്കും. നമുക്ക് ചുറ്റുമുള്ള കലാപ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി വേൺ കേരള സമാജം തുടങ്ങിവെക്കുന്ന മാതൃകാപരമായ ഒരു സംരംഭമാണിതെന്ന് സംഘടനയുടെ അമരക്കാരനായ ഡേവിസ് അരീക്കൽ അഭിപ്രായപ്പെട്ടു. ആസ്വാദകരുടെ ഹൃദയങ്ങളിൽ രസാനുഭൂതി ഉണർത്തുവാൻ ഡാൻസ് കൊറിയോഗ്രാഫർ ടിൽജ ജെൻസ്, സ്വിസിലെ കലാപ്രതിഭകളെ അണിനിരത്തിയൊരുക്കുന്ന നാട്യവിസ്മയം സഞ്ചാരി ആഘോഷരാവിന് മാറ്റുകൂട്ടുമെന്ന് സംഘടനാ സെക്രട്ടറി സിന്ധു നെടുങ്ങാടിയും പ്രോഗ്രാം കോർഡിനേറ്റർ ലിജി ചെത്തിപ്പുഴയും അഭിപ്രായപ്പെട്ടു.